അപ്പൊ ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് പ്രെഡിക്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഇത്രയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തതാണ്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോക്കിത്തരാം. അതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒന്നെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ് ചോദിച്ചേക്കാം. സോ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചു വെക്കണം. റെഡി? ഓക്കെ, ആദ്യമേ പറഞ്ഞു തരാം, നമ്മൾ വെറുതെ ഒരു പ്രഡിക്ഷൻ എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റർ മാരത്തോണും ക്വസ്റ്റ്യൻസും എല്ലാം തന്നിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് പോകുന്നുള്ളൂ. അതായത് ഈ ഒരു പരിപാടി കൊണ്ട് മാത്രം ഒരു കാര്യമില്ല കേട്ടോ. അത് ആദ്യം ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒരു അവസാന ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു രണ്ട് ഭാഗം എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു നോക്കുക. ഇനി ക്ലൈമറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് എവിടെ നിന്നാണ്, ഏത് ക്ലൈമറ്റിക് റീജിയൻ ആണ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ നോക്കുമ്പോൾ സാവന്ന ക്ലൈമറ്റ് റീജിയൻ അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഷ്വയർ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. റെഡി? അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മൺസൂണും ഹോട്ട് ഡെസേർട്ടും ആണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് സാവന്ന ആൻഡ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഡി? ഓക്കെ, പിന്നെ ആ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് ഒരു ടേബിൾ കൊടുത്തിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. റെഡി? ഇതിനടുത്തത് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷനിലേക്ക് പോകുന്ന സമയത്ത് യൂട്ടിലിറ്റി, ഷ്വയർ ക്വസ്റ്റ്യൻ ആൻഡ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണ് പിന്നീട് വരാൻ സാധ്യത എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. റെഡി? അപ്പൊ ഈ ഒരു രണ്ട് ഭാഗങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ ഞാൻ പറയുന്നത്. ഹ്യൂമനിസത്തിലേക്ക് വരുന്ന സമയത്ത് ഹ്യൂമനിസം ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന ഒരുപാട് മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ ആദ്യത്തെ ഈ 1, 2, 3 ഭാഗങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. റെഡി? ഇനി റിനൈസൻസ് ആർട്ട്, ലിറ്ററേച്ചർ, പെയിന്റിംഗ്, ഇതിലെ പെയിന്റിങ്സ് വരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. സോ ഈ 1, 2, 3 ഭാഗങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. അതിൽ റിനൈസൻസ് പെയിന്റിങ്സ് ഒന്ന് എക്സ്ട്രാ ആയിട്ട് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. റെഡി? അതുപോലെ തന്നെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിലേക്ക് അറിയിച്ചു വെക്കും, നമുക്ക് നോക്കാമല്ലോ. റെഡി? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം മസ്റ്റ് പഠിക്കൽ പഠിച്ചേ പറ്റൂ. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻഫ്ലുവൻസേഴ്സിനെ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതിനെയും ശ്രദ്ധിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ നെപ്പോളിയന്റെ റിഫോംസ്, ഇത് മൂന്നും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി സോഷ്യൽ അനാലിസിസ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്, സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് 2 ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിളിലൂടെ തന്നെയായിരിക്കും ചോദ്യം വരുന്നുണ്ടാവുക. കോമൺ സെൻസ് നോളജിന്റെ പരിമിതികളോ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ സവിശേഷതകളോ ആയിരിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ സവിശേഷതകളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പ്രഡിക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ അത്ര തന്നെയുള്ളൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് മക്കളെ. ബൈ.